ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അമ്മയുടെ മുൻപിൽ എളിമയോടെ, അമ്മയുടെ മുമ്പിൽ സ്നേഹത്തോടെ നിൽക്കുന്ന നമുക്ക് അമ്മ തന്റെ അനുഗ്രഹങ്ങൾ വാരി വിതറുകയാണ് ഈ ദിവസങ്ങളിൽ നിന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം ജപമാല മണികൾ കൈകളിലെടുത്ത് പ്രാർത്ഥിച്ച അനേകം ജീവിതങ്ങൾക്ക് അത്ഭുതങ്ങൾ, വീടില്ലാത്ത ജീവിതങ്ങൾക്ക് വീട് കൊടുത്ത കർത്താവ്, ജീവിത പങ്കാളിക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോ കർത്താവ് വിവാഹ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിച്ചത്, പരിശുദ്ധ അമ്മ വഴി കുടുംബങ്ങളിലേക്ക് ഈ നാളുകളില് ഒരുപാട് കൃപകൾ ഈശോ ചൊരിയുന്നുണ്ട്. സ്വർഗത്തിന്റെ മുഴുവൻ നിക്ഷേപത്തിന്റെ സൂക്ഷിപ്പുകാരി അമ്മയാണെന്ന് ഒന്നാം ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ. ഇത്രമാത്രം അമ്മയെ സ്വർഗം അലങ്കരിക്കണമെങ്കിൽ അമ്മയെ വിളങ്ങിയിരുന്ന മറ്റൊരു വലിയ സവിശേഷതയാണ് അമ്മയുടെ എളിമ. എളിമയുള്ള പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈശോ തന്റെ വചനത്തിൽ പറയും, തന്നെ തന്നെ താഴ്ത്തുന്ന ഉയർത്തപ്പെടും, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്ന്. നീ എത്രമാത്രം ഉന്നതനാണ്, എത്രമാത്രം വിനീതനാകാൻ പ്രഭാഷകന്റെ പുസ്തകത്തിലൂടെ കർത്താവിന്റെ വചനം നമ്മോട് പറയുമ്പോൾ, പ്രിയപ്പെട്ട എന്റെ മക്കൾ ഇന്നേ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അണിനിരക്കുമ്പോൾ വലിയ എളിമയോടെ, വലിയ താഴ്മയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കും. എളിമയുള്ള അമ്മയുടെ, എളിമയുള്ള മക്കളാകാൻ സ്വർഗം നമ്മളെ വിളിക്കുന്ന ഒരു ദിവസമാണ്. ഒന്ന് കണ്ണുകൾ അടച്ച്, കരമ നെഞ്ചോട് ചേർത്ത് വെച്ച്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ എന്ന് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഏറ്റുപറഞ്ഞ ശിഷ്യരെ പോലെ കർത്താവെ, നീ എനിക്കൊന്നും മതിയായവനെന്ന് അവന്റെ മുമ്പിൽ ഏറ്റുപറയാൻ എളിമയോടെ നിന്റെ അധരങ്ങൾ, നിന്റെ മനസ്സ്, നിന്റെ ഹൃദയം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ചുങ്കക്കാരനെ പോലെ എളിമയോടെ പ്രാർത്ഥിക്കാൻ, ന്യായീകരണങ്ങളില്ലാതെ, അഹങ്കാരങ്ങളില്ലാതെ പ്രാർത്ഥനാ വേളയിൽ വ്യാപരിക്കാൻ, സമൂഹത്തിൽ ഇടപെടാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന എളിമയെന്ന് പുണ്യം കിട്ടാൻ ആഗ്രഹിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഈശോയെ. നന്ദി, നന്ദി, നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 11-12 വചനങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്: നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന വിശ്വാസത്തിന്റെ, ശരണത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ പുണ്യങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ച് കടന്നുപോയെങ്കിൽ ഇന്ന് പരിശുദ്ധ അമ്മയിൽ അനർഗളമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കൃപയുടെ നിദാനം എന്ന് പറയുക, കൃപയുടെ അടിസ്ഥാനം എന്ന് പറയുക അമ്മയുടെ എളിമയാണ്. അമ്മ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് അമ്മ ഇപ്രകാരം പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാമത്തെ വചനത്തിൽ അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അമ്മയുടെ സ്തോത്രഗീതത്തിലെ ഒരു വചനമാണ്, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യം: നിന്റെ ജീവിതത്തിൽ ദൈവ കടാക്ഷം ഉണ്ടാകണമെങ്കിൽ നീ താഴ്മയോടെ വ്യാപരിക്കണം, നീ എളിമയോടെ വ്യാപരിക്കണം.
കർത്താവിന്റെ കടാക്ഷം നമ്മളിൽ ഉണ്ടാകാൻ. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വചനം വായിക്കുകയാണ്. കർത്താവിന്റെ കടാക്ഷം എവിടെയാണ്? ഈ വചനത്തോട് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കുമ്പോൾ കർത്താവിന്റെ കടാക്ഷം ആരിൽ എവിടെ ഉണ്ടാകുമെന്ന് വചനം വ്യക്തമായി പറയുകയാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രമിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഇവിടെ അമ്മ പറഞ്ഞു, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. യെശയ്യാ 66:2 വചനം പറയുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയെ ദൈവം കടാക്ഷിച്ചത് അമ്മയുടെ എളിമയാണ്. വിശുദ്ധ ബെർണാഡ് ഇപ്രകാരം പറയും, എല്ലാ നന്മകളുടെയും അടിസ്ഥാനവും അതിന്റെ കാവൽക്കാരനും എളിമ തന്നെയാണ്. ഫ്രാൻസിസ് ഡി സേൽസ് ഇപ്രകാരം പറയും, ദൈവം എളിമയെ ഒരുപാട് സ്നേഹിക്കുന്നു. എവിടെ എളിമയുണ്ടോ അവരെ ദൈവം അത്യധികം സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയെങ്കിൽ എളിമ എന്ന പുണ്യമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂടുതലായി വിളങ്ങേണ്ടത്. പറയാൻ എളുപ്പമാണ്, എന്നാൽ ജീവിക്കാൻ ഏറെ പാടാണ്. ദൈവ സ്നേഹത്തിന്റെ നിറവിൽ തന്നെ തന്നെ പരിത്യജിച്ചതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ എളിമ എന്ന പുണ്യം ആവിർഭവിച്ചു. ഈ പരിത്യാഗം എന്ന് പറയുക, പ്രിയപ്പെട്ട മക്കളെ, അത് എളിമയുടെ മറ്റൊരു വശമാണ്. നമ്മളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അഹങ്കാരത്തിന്റെ ചിന്തകള് ഞാൻ സന്ധിക്കാൻ, പലപ്പോഴും ന്യായീകരിക്കാൻ, നമ്മളെ തന്നെ കുറച്ചുകൂടി വലിയവരായി കാണാൻ ഒക്കെയുള്ള പ്രേരണകള് നമ്മുടെ മനസ്സിൽ ധാരാളമായിട്ടുണ്ട്. ഈ എളിമ എന്ന പുണ്യം കർത്താവ് ഒരു സമൂഹത്തിലേക്ക് മൊത്തമായി ചൊരിയുകയല്ല, മറിച്ച് വ്യക്തിപരമായി ഓരോ വ്യക്തികളും ദൈവത്തോട് ചോദിച്ച് മേടിക്കേണ്ടതാണ്. കർത്താവിന്റെ കടാക്ഷം ഈക്വൽ ടു എളിമയാണ്. എന്താണ് അമ്മ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും വചനം പറയുകയാണ്, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു. അപ്പോൾ ഹൃദയത്തിൽ എളിമയില്ലെങ്കിൽ ചിതറിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവും. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ഒക്കെ ചിതറിക്കപ്പെടുന്ന അവസ്ഥ, നിന്റെ ബന്ധങ്ങൾ അകന്നു പോയ അവസ്ഥ, അടുക്കുന്നതിന് പകരം അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അഹങ്കാരത്തിന്റെ മേഖലകളുണ്ട്. പല കുടുംബങ്ങളിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് കാരണം ഇന്ന് പല കുടുംബങ്ങളിലും ഒന്ന് ക്ഷമിക്കാനായിട്ട്, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട്, ഒന്ന് താങ്ങു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. കല്യാണം കഴിച്ചു വന്നപ്പോ ഭർത്താവ് പറഞ്ഞു, ഇനി ഇതാണ് നിന്റെ വീട്, എപ്പോഴെപ്പോഴും വീട്ടിലോട്ട് ഓടിപ്പോകരുത്. എന്നാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ എപ്പോഴും വീട്ടിലേക്ക് പോക്കും വരവും, വീട്ടിലേക്ക് ഫോൺ വിളികളും വന്നപ്പോ ഇവൾ താൻ പറയുന്നതൊന്നും അനുസരിക്കില്ല എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റി. അപ്പോൾ പിന്നെ അവൻ അവളോടൊരു ഇഷ്ടം തോന്നാതായി അകൽച്ച കാണിക്കാൻ അകന്നു. കാരണം അനുസരിക്കാൻ പറ്റില്ല. എളിമയില്ലാത്തവർക്ക് അനുസരിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ദൈവത്തെ അനുസരിച്ചെങ്കിൽ അത് എളിമയുള്ളത് കൊണ്ടാണ്, സ്വയം താഴ്ത്തപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അമ്മയെ തേടി ദൈവപിതാവിന്റെ കടാക്ഷം കടന്നു വന്നത്. ഇന്ന് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ, എന്റെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിന്റെ കടാക്ഷം എത്രമാത്രം വേണോ അത്രമാത്രം നമ്മൾ എളിമയുള്ളവരായിരിക്കണമെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. കാരണം ഇനി അമ്മ എളിമയുള്ള വ്യക്തിയായിരുന്നു. അപ്പോ ഈശോ പറയുകയാണ്, എളിമയുള്ള വ്യക്തികളുടെ പ്രത്യേകതയാണ് ഈശോ പറയുക. മത്തായി 11:29, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായിരിക്കും. അപ്പോൾ എളിമയുള്ളവർക്കാണ് ശാന്തതയുള്ളൂ, അവർക്കേ ഉള്ളൂ വിനീത ഹൃദയമുള്ളൂ. അപ്പോൾ അമ്മയിൽ രൂപം കൊണ്ട ഈശോ പറയുകയാണ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. അപ്പോ നമ്മൾ ഈശോയിൽ നിന്ന് പഠിക്കേണ്ടത് ഈ എളിമയാണ്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പഠിച്ചതാണ് ഈ എളിമ. എളിമയുള്ള അമ്മയാണ്. അമ്മ ഒരിക്കൽ പോലും ജീവിതകാലത്ത് ഒരിക്കൽ പോലും തന്നെ തന്നെ വെളിപ്പെടുത്താനായിട്ട് അമ്മ ആഗ്രഹിച്ചില്ല. ഇന്ന് അമ്മ ഒരുപാട്, അമ്മയുടെ മധ്യസ്ഥം വഴി ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇപ്രകാരം വായിച്ചു ഓർക്കുകയാണ്, അമ്മ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അത്ഭുതങ്ങൾ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ
അമ്മ ഒരിക്കൽ പോലും അങ്ങനെ ദൈവശക്തി കൃപയും നിറഞ്ഞ അമ്മ തന്റെ കരങ്ങൾ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണം എന്നല്ല അമ്മ ആഗ്രഹിച്ചത്. മറിച്ച് ദൈവപുത്രൻ മഹത്വപ്പെടണം. അതിന് മറഞ്ഞിരുന്ന ഒരു അമ്മയാണ് നാം കാണുക. ഇനി ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം അമ്മ ശിഷ്യരെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധാത്മ ശക്തി ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ അമ്മ മധ്യസ്ഥം വിളിച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് അനേക സ്ഥലങ്ങളിലെ പുത്രനിലേക്ക് മക്കളെടുക്കാൻ അമ്മ പലവിധത്തിലുള്ള അടയാളങ്ങളിലൂടെ അമ്മ ഈ ലോക ജനതയ്ക്ക് ദൈവസ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ലക്ഷ്യം സ്വർഗം മഹത്വപ്പെടുക എന്നതാണ്. അതിന് പിന്നിൽ അമ്മയുടെ അഗാധമായ എളിമയാണ് നിൽക്കുന്നത്. ഒരു കുടുംബത്തിൽ തന്റെ ഭർത്താവും മക്കളും മഹത്വപ്പെടണം, ഉയർത്തപ്പെടണമെന്നാണ് ഭാര്യ ആഗ്രഹിക്കേണ്ടത്. മക്കൾ ആഗ്രഹിക്കേണ്ടത് അപ്പന്റെയും അമ്മയുടെയും ശ്രേയസ് ഉയർത്തപ്പെടണമെന്നാണ്. ഭർത്താവ് ആഗ്രഹിക്കേണ്ടത് ഭാര്യയുടെ ശ്രേയസ് ഉയർത്തപ്പെടണമെന്നാണ്. അവിടെയാണ് പരസ്പരമുള്ള എളിമയുണ്ടാകൂ, ഐക്യമുണ്ടാകും. ഒരു കുടുംബത്തിൽ ചെന്നപ്പോ ചേച്ചിക്ക് എപ്പോഴും ചേട്ടനെ കുറിച്ച് പറയാൻ നേരമുള്ളൂ, ചേട്ടൻ എപ്പോഴും ചേച്ചിയെ കുറിച്ച് പറയാൻ നേരമുള്ളൂ, മക്കൾക്ക് അപ്പനെ അമ്മയെ കുറിച്ച് പറയാൻ നേരമുള്ളൂ. അതുകൊണ്ട് ആ കുടുംബത്തിൽ കലഹമില്ല, ഇല്ലായ്മയിലും ഒരുമിച്ച് സന്തോഷിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ അവർക്ക് പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, എളിമയുള്ള വ്യക്തിയിലാണ് കർത്താവിന്റെ കൃപ നിറയപ്പെടുക. പരിശുദ്ധ അമ്മ സ്വന്തം അഭിപ്രായങ്ങൾ ഒന്നും ഏൽപ്പിച്ചു കൊടുത്തില്ല. എല്ലാം കർത്താവിന്റെ ഇഷ്ടമാണ്. കാനായിലെ കല്യാണ വിരുന്നിലും ഒക്കെ അമ്മ ദൈവത്തിന്റെ ഇഷ്ടത്തിന് സ്വയം വിട്ടുകൊടുത്തു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വയം പൊങ്ങുന്ന ഒരവസ്ഥ, നമ്മളെ തന്നെ സ്വയം പൊങ്ങി പറയും. ചിലപ്പോ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അനുഗ്രഹമാണെങ്കിൽ ഒന്ന് പൊങ്ങി പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ചില ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റി കഴിയുമ്പോ ചിലപ്പോ 2-3 പേരോട് പറയും, ഇനി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ, രാത്രി 2:30 എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. കാരണം സ്വയം അഹങ്കാരത്തിന് പറഞ്ഞതാണോ എന്നൊരു സംശയമാണ്. അതിന് പിറ്റേ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റില്ല, ക്ഷീണം വരികയാണ്. പിശാച് നോക്കിയിരിക്കുകയാണ്, എവിടെയാണ് അഹങ്കാരത്തിന്റെ തരിപ്പ്, അവിടേക്ക് കയറി വരും. എളിമയോടെ ഒന്നുമല്ല കർത്താവെ എന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുമ്പോ കർത്താവിന്റെ കൃപ നിറയും. നമ്മൾ പലരും കർത്താവിന്റെ മുമ്പിൽ നമ്മെ തന്നെ എളിമപ്പെടുത്താൻ മറന്നു പോവുകയാണ്. ആശ്രയത്വം കുറഞ്ഞു പോവുകയാണ്. എളിമയുള്ളവർക്കേ ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. എളിമയുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ കരങ്ങൾ ഉയർത്താൻ പറ്റുകയുള്ളൂ. പരിശുദ്ധ അമ്മ ഇന്ന് മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വിളിക്കുമ്പോ അനേകം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ഭൂമിയിൽ അമ്മയുടെ മധ്യസ്ഥം വഴി വലിയ കൃപകൾ ചൊരിയപ്പെടുന്നുണ്ടെങ്കിൽ, അമ്മയുടെ എളിമയോടെയുള്ള മധ്യസ്ഥമാണ് സ്വർഗത്തിന്റെ മുമ്പിൽ. എളിമയോടെ അമ്മ മധ്യസ്ഥം വിളിക്കുമ്പോ ഭൂമിയിലെ തന്റെ മക്കൾക്ക് കൃപകൾ ചൊരിയപ്പെടുന്നത് വലിയ സത്യമാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കുടുംബനാഥ, പ്രിയപ്പെട്ട മകനെ മകളെ, എളിമയോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ഇന്ന് ചോദിച്ചു മേടിക്കണം. എളിമ എന്ന പുണ്യം നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ, നിന്റെ ജീവിതത്തിൽ എളിമയുടെ നിറകൂടമായി നീ മാറാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. സ്വർഗം നിന്റെ കുടുംബത്തെ കടാക്ഷിക്കും, നിന്റെ വ്യക്തി ജീവിതത്തെ കടാക്ഷിക്കും. സ്വർഗം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കൃപകൾ നിറയപ്പെടും. അവിടെ വിശക്കുന്ന നിന്റെ മനസ്സിന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി കിട്ടുമെന്ന് വചനം പറയും. വിശക്കുന്ന നിന്റെ ഹൃദയത്തിന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി കിട്ടണമെങ്കിൽ നീ എളിമയോടെ പ്രാർത്ഥിക്കണം. ഈ നല്ല ദിനത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എളിമ എന്ന പുണ്യം എനിക്ക് തരണേ അമ്മേ, എന്റെ ജീവിതത്തെ എളിമ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശിഷ്ടമായ വരങ്ങളും ദാനങ്ങളും കൊണ്ട്, എളിമയുടെ വലിയ നിറവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി നമുക്ക് അമ്മയോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കർത്താവെ സ്തുതിക്കുന്നു. ഓ കർത്താവെ സ്തുതിക്കുന്നു. സ്വർഗീയ രാജ്യത്വം വെടിഞ്ഞ്, ദൈവപുത്രത്വ സ്ഥാനം പോലും വെടിഞ്ഞ്, കുരിശിൽ അവിടുന്ന് ഏറ്റവും നിർദയനായി മരിച്ച ഈശോയിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വെച്ചുകൊണ്ട്, കർത്താവെ കുരിശിന്റെ എളിമ, കുരിശിന്റെ താഴ്മ അത് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു.
ആരാധിക്കുന്നു. നന്ദി പറയുന്ന കർത്താവെ, ആരാധിക്കുന്ന കർത്താവെ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായി ഈശോ ചൊരിയുക. എളിമയോടെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമുക്കൊന്ന് മുട്ടുകൾ മടക്കാം, എല്ലാം സമർപ്പിക്കാം, അഹങ്കാരങ്ങൾ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവെ, എന്റെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഈ ആരാധന മണിക്കൂറിൽ വലിയ കൃപകൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് കാരുണ്യവാനാണ്, ദയയുള്ളവനാണ്, കൃപയുള്ളവനാണ്, കനിവുള്ളവനാണ്. ആ ഈശോയുടെ മുമ്പിൽ അല്പം ത്യാഗത്തോടെ, വലിയ എളിമയോടെ നമുക്ക് ഈ സമയം ആയിരിക്കാം. ഈശോയെ, ദൈവ തിരുസന്നിധിയിൽ സ്വയം എളിമപ്പെടുത്തുവാൻ ഇന്നേ ദിവസം അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയാണല്ലോ. എളിമയുള്ളവരെ ദൈവം സ്നേഹിക്കുന്നു. ഈശോയെ, പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോയെ ഒന്നുമില്ല കേട്ടോ, എനിക്കൊന്നുമില്ല ഈശോയെ, ഒത്തിരി കുറവുകൾ മാത്രമുള്ളവരാ ഈശോയെ ഞാൻ. എൻ്റെ ഈശോയെ, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. ഓരോ ജീവിതങ്ങളും ഈശോയോട് പറയട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മോശയും അഹറോനും ജോഷുവായും എപ്പോഴും തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ദാനിയേൽ വട്ടുപ്പാവിൽ കയറി സാഷ്ടാംഗം വീണ് എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇതാ ഈശോ നിന്റെ മുമ്പിലുണ്ട്. നിനക്ക് അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാൻ ഒരവസരം. 24 ശ്രേഷ്ഠന്മാരും ബലവാന്മാരും മാലാഖമാരും വിശുദ്ധരുമെല്ലാം കുമ്പിട്ട് വണങ്ങുന്ന എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ഈ ശരീരത്തെ, ഈ ശിരസ്സിനെ ഒന്ന് അർപ്പിച്ചുകൊണ്ട് ഒന്ന് കുമ്പിട്ട് ആരാധിച്ചേ മക്കളെ. ഭക്ത്യാ വണങ്ങുന്നു ഞങ്ങൾ, സാഷ്ടാംഗം നമിച്ചിടുന്നു കർത്താവേ നിന്നെ. ഈ ഗാനത്തിൻ്റെ ഈരടികൾ നമുക്കൊന്ന് ഒരുമിച്ച് ശിരസ് നമിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ എന്ന് സങ്കീർത്തനം 25:3 ഞങ്ങൾ വായിക്കുന്നു. സങ്കീർത്തനം 23:6 ഞങ്ങൾ വായിക്കും, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എൻ്റെ ഈശോയെ, നിന്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എനിക്ക് വേണം ഈശോയെ. ഓരോരുത്തരും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഇന്നേ ദിവസം ദൈവസന്നദ്ധയിൽ തന്നെ എളിമപ്പെടുത്തി യേശയ്യായ്ക്ക് ദൈവദർശനം കൊടുത്തെങ്കിൽ, അവൻ്റെ ജീവിതത്തെ സ്വർഗം വിശുദ്ധീകരിച്ചെങ്കിൽ, പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, എളിമയുള്ളിടത്ത് വിശുദ്ധിയുണ്ട്, വിശുദ്ധീകരണങ്ങളുണ്ട്. ദൈവം പ്രവർത്തിക്കാൻ ദൈവ കടാക്ഷത്തിന് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കുകയാണ്. നമ്മുടെ ധ്യാനത്തിൻ്റെ 4-ാം ദിവസമാണ്, അനുഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഓ കർത്താവേ, നിന്റെ മക്കൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ മക്കളെല്ലാം നിന്നെ ആരാധിക്കുകയാണ്, മനസ്സുയർത്തി ഹൃദയമുയർത്തി പ്രാർത്ഥിക്കുകയാണ്, ആരാധിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാ സങ്കടവും, എല്ലാ വേദനയും, എല്ലാ സ്ഥാനമാനങ്ങളും എല്ലാം മറന്ന് ഇരു കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവെ നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു കർത്താവെ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഒരുമിച്ച് ഒരുമിച്ച് നമുക്ക് കർത്താവിനെ കരങ്ങളടിച്ച് പാടി ആരാധിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. സങ്കീർത്തനം 9:1 വചനം പറയുകയാണ്. ഇസ്രായേൽ മക്കളുടെ ജീവിതം മുഴുവൻ നാം കാണുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാനായി അവർ എപ്പോഴും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. എളിമയുള്ളിടത്ത് അനുതാപമുണ്ട്. ഈശോ പറഞ്ഞു, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുക. എപ്പോഴാണ്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഓ കർത്താവേ, അവിടുത്തെ കടാക്ഷം എളിയവരായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു സൈന്യം മുന്നിൽ വന്ന് നിന്നപ്പോൾ യൂദാസ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ രക്ഷക, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ ആക്രമണം തകർക്കുകയും സാവൂളിന്റെ പുത്രനായ ജോനാഥന്റെയും അവന്റെ ആയുധവാഹകന്റെയും കരങ്ങളിൽ നിന്ന് അങ്ങ് ഫിലിസ്ത്യരുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് എളിയവരായ ഞങ്ങൾ നിന്റെ വൻ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, നിന്റെ വലിയ പ്രവൃത്തികളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, ഞങ്ങളിതാ നിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസ വരം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ദൈവശരണമെന്ന പുണ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹമെന്ന പുണ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിമയെന്ന വലിയ പുണ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയെപ്പോലെ എളിമയുള്ളവരായിട്ട് വ്യാപരിക്കാൻ, സ്വർഗത്തിൻ്റെ കടാക്ഷം കിട്ടാനാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ അഹങ്കാരങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് എടുത്തു വയ്ക്കുക. എൻ്റെ ഈശോയെ, ഞങ്ങളെ തന്നെ ന്യായീകരിച്ച് പലപ്പോഴും ഞങ്ങൾ ജീവിക്കുകയാണ്. ഈശോയെ ന്യായീകരിച്ചു പോകുന്ന കർത്താവേ, സ്വയം നീതീകരിച്ചു പോകുന്ന അവസ്ഥ, അഹങ്കാരം തോന്നുകയാണ്. ഒരു കൊച്ചു കാര്യം നന്നായിട്ട് ചെയ്താൽ വലിയ അഹങ്കാരമാണ്. ഈശോയെ, പലപ്പോഴും ഞാനെന്ന ഭാവം ഞങ്ങളിലെല്ലാം ഉണ്ട്. ഈശോയെ, ഞങ്ങൾ പറയും ഞങ്ങൾക്ക് എളിമയുണ്ട്, അഹങ്കാരമില്ലെന്ന്. പക്ഷേ ഞങ്ങളുടെ പല പ്രവൃത്തികളും അഹങ്കാരത്തിൻ്റെ വലിയ പ്രവൃത്തികളാണ് വെളിപ്പെടുത്തുക. എൻ്റെ ഈശോയെ, കടലോളം സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയുന്ന ഈശോയെ, ഇന്ന് നിന്റെ മക്കൾ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുക എളിമയെന്ന വലിയ പുണ്യം വളരാൻ വേണ്ടിയാണ്. ഈശോയെ, പെട്ടെന്ന് പ്രതികരിച്ചു പോകും. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയം നിങ്ങൾ നിങ്ങളുടെ എല്ലാ അവസ്ഥകളും സമർപ്പിക്കുക. നിങ്ങൾ എവിടെയാ എളിമയില്ലാതെ പ്രവർത്തിക്കുക, പെട്ടെന്ന് പ്രതികരിക്കുക, ദേഷ്യപ്പെടുക, അരിശം കൊള്ളുക, ഇതൊക്കെ നമുക്കുള്ളതാണ്. കർത്താവേ, മറ്റുള്ളവരെ വിമർശിക്കുന്ന ചില അവസ്ഥകൾ, ഇതൊക്കെ എളിമയില്ലാഞ്ഞിട്ടാണ്. കർത്താവെ, കുറ്റം കണ്ടുപിടിക്കുന്ന അവസ്ഥ, ദോഷൈക ദൃക്കായി പോകുക, വിധിക്കുകയാണ്. കർത്താവെ, സ്വയം നീതീകരിച്ച് ഞങ്ങളുടെ ഈ അവസ്ഥകളെല്ലാം തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, എളിമ എന്ന വലിയ പുണ്യം ഈശോയെ ഞങ്ങൾ നിറയ്ക്കണേ. എളിമ കിട്ടിയാലേ സ്വർഗത്തിന്റെ കടാക്ഷം ഉണ്ടാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, പലപ്പോഴും ഞങ്ങൾ പറയും, ഇത്രയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇത്രയും ജപമാല ചൊല്ലുന്നു, ഇത്രയും കുർബാന അർപ്പിക്കുന്നു, ഇത്രയും ത്യാഗം ചെയ്യുന്നു, ഇത്രയും നേരം ബൈബിൾ വായിക്കുന്നു. ഈശോയെ, ഇതെല്ലാം ഞങ്ങൾ പറയും. പക്ഷേ എൻ്റെ ഈശോയെ, പലപ്പോഴും ഞങ്ങളാണ് മുൻപിൽ നിൽക്കുക. നിനക്ക് മഹത്വം തരുന്നതിലോ നിന്റെ കൃപയുടെ കീഴിൽ നിൽക്കുന്നതിലോ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഈശോയെ, പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സാഷ്ടാംഗം സമർപ്പിച്ചതുപോലെ, ഓ എൻ്റെ കർത്താവേ, ഞങ്ങളും ഇതാ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് കരങ്ങൾ രണ്ടും ഈശോയുടെ പക്കലേക്കൊന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട് നാഥാ സമർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് പാടാം. നാഥാ സമർപ്പിക്കുന്നു, നാഥാ പൂർണ്ണമായി അർപ്പിക്കുന്നു, നാഥാ പൂർണ്ണമായി അർപ്പിക്കുന്നു, നാഥാ
നാഥാ സമർപ്പിക്കുന്നു. ഈശോയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ് ഈശോയെ. ഒന്നല്ല, ആയിരങ്ങളല്ല, പതിനായിരങ്ങൾ ഈ കാലഘട്ടത്തിൽ കൊറോണയുടെ ഭീതി കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഈശോയെ. എൻ്റെ ഈശോയെ, ഈ മക്കളെ എല്ലാം നീ ഒന്ന് കാണണേ. ഞങ്ങളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ വഴികളൊക്കെ നിന്റെ കയ്യിലുണ്ട് ഈശോയെ. ഇവർക്കൊക്കെ ഒരു വഴി തുറക്കാൻ യോഹന്നാൻ 14:6 നീ പറഞ്ഞില്ലേ, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. എൻ്റെ ഈശോയെ, പലപ്പോഴും സാമ്പത്തിക പരാധീനത കൊണ്ട് ഇവർ വീണു പോവുകയാണ് ഈശോയെ. കുടുംബത്തിൽ കലഹങ്ങൾ നിൽക്കുകയാണ് ഈശോയെ. ഡിവോഴ്സിന്റെ വക്കിലത് നിൽക്കുന്ന അവസ്ഥയുണ്ട് കർത്താവേ. ഈശോയെ, സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ. ഈശോനാഥ, അവിടുന്ന് ഈ മക്കളോട് ഒരു കരുണ കാണിക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ വലിയ വിശ്വാസത്തോടെ നിന്റെ ജീവിതം ഈശോയ്ക്ക് കൊടുക്കുക. ഫിലിപ്പിയർ 4:19 ഈശോ പറഞ്ഞില്ലേ, എൻ്റെ ദൈവം തൻ്റെ മഹത്വം സംബന്ധിച്ച യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന്. ഓ എൻ്റെ ഈശോ, ആവശ്യമുള്ളതൊക്കെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 128 സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുകയാണ്, കുടുംബത്തിൽ അമ്മയും അപ്പനും അനുഗ്രഹിക്കപ്പെടുന്ന അവസ്ഥ, മക്കൾ മുന്തിരി പോലെ വളർന്നു നിൽക്കുന്ന അവസ്ഥ, ഒലിവ് തൈകൾ പോലെ ആയിരിക്കുന്ന അവസ്ഥ, കർത്താവിൻ്റെ ഭക്തന് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ വായിക്കുകയാണ്. ഈശോയെ, കർത്താവ് സിയോനിൽ നിന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് വചനം പറയുന്നു. എൻ്റെ കർത്താവേ, ഈ മക്കളുടെ കുടുംബത്തിൽ കർത്താവേ ദാമ്പത്യ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, മക്കളുടെ പഠന മേഖലകളിൽ, ജോലി മേഖലകളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഈശോയെ, അതെല്ലാം ഇപ്പൊ കാണണേ. നാഥ, അങ്ങ് പറഞ്ഞില്ലേ, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുമെന്ന്. എൻ്റെ ഈശോയെ, ഇപ്പൊ അവിടുന്ന് ഇവരെ വലയം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരോടെ വിധിക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യുമെന്നും, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിധിക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലോട്ട് മടങ്ങുമെന്നും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എൻ്റെ നാഥ, ഇവരുടെ എല്ലാ അധ്വാനങ്ങളെ ഇതാ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് വെക്കുന്നു. എൻ്റെ ഈശോയെ, ഇവരുടെ അധ്വാനം ഉദാരമായി അതിന് ഫലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ എൻ്റെ കർത്താവേ, ഉദാരമായി ഫലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ അധ്വാനങ്ങളെല്ലാം സമർപ്പിക്കുക. ബിസിനസ് മേഖലകളെല്ലാം സമർപ്പിക്കുക. ഇന്റർവ്യൂകൾ, പഠന മേഖലകൾ, ജോലി മേഖലകൾ, കൃഷിയിടങ്ങളൊക്കെ സമർപ്പിക്കുക. അവിടുന്ന് സ്വർഗത്തിന്റെ കലവറകൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് വിശ്വസിക്കാം നമുക്ക്. ഓ കർത്താവേ, കൃപ നിറയ്ക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കും മക്കളെ. ഈശോ നമ്മുടെ ജീവിതത്തിലെ കൃപകൾ ചെയ്യാൻ പോകുക. മലാക്കി 3:10 വചനം പറയുകയാണ്, ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കും. ഈശോയെ, ഇതാ തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിലായിരിക്കുന്നു. സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. വിശ്വസിക്കുക, വചനം വിശ്വസിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക. ഇന്ന് അവന്റെ കടാക്ഷം നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ആവശ്യങ്ങളുടെ മേൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, മുടന്തുള്ളവരെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്, ദരിദ്രർക്ക് കർത്താവേ രക്ഷാധികാരിയായി, കർത്താവെ ദരിദ്രർക്ക് ആലംബമായി കടന്നു വരുന്ന എൻ്റെ കർത്താവെ, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന എൻ്റെ കർത്താവെ, രോഗികളെ സുഖപ്പെടുത്തുന്ന എൻ്റെ കർത്താവെ, മുറിവേറ്റവരുടെ മുറിവുണക്കുന്ന എൻ്റെ കർത്താവെ, വിടുതൽ മോചനം നൽകുന്ന എൻ്റെ കർത്താവെ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്ന കർത്താവെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സമയം എല്ലാ നിയമങ്ങളും ഈശോയുടെ പക്കലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മേ, അമ്മേ, തായേ എന്ന ഗാനത്തെ ഈരടികൾ പാടിക്കൊണ്ട് കർത്താവിനെ പാടി പാടി ആരാധിക്കാം. എല്ലാ മക്കളും കർത്താവിനെ ആരാധിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ ചേർത്ത് വെച്ച് ഈശോയെ ആരാധിക്കുക. അമ്മേ, അമ്മേ, തായേ, അമ്മയ്ക്ക് ഏക മകനെ ആരാധിച്ച് മടങ്ങുന്നു.